مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സബാഹിന്റെയും ബാസില ഹമീദിന്റെയും നിക്കാഹ് കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പുതിയ കാലത്ത് വൈവാഹിക മേഖലകളിൽ പലതരത്തിലുള്ള പ്രവണതകളും കടന്നുകൂടിയിട്ടുണ്ട് എന്നത് വിസ്മരിക്കാവതല്ല. ഉത്തമ സമൂഹത്തിൽ നിന്നാണ് അതിൻ്റെ പല ഉദാഹരണങ്ങളും വഴിവിട്ട രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറെ നിരുത്സാഹനജനകമായിട്ടുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ഉമ്മത്തിന് പഠിപ്പിച്ചെന്ന പ്രബലമായ ചര്യയാണ് ആരാധനാ നിർവൃതിയിൽ നിർവഹിക്കപ്പെടേണ്ടതാണ് നിക്കാഹ് എന്ന് പറയുന്നത്. വളരെ വ്യക്തമായ ലക്ഷ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട്, മനുഷ്യ ജീവിതത്തിന് അടിസ്ഥാനപരമായി സമാധാനവും മോക്ഷവും ക്ഷേമവും ലഭിക്കണമെങ്കിൽ സൂറത്തുർ റഅദിലെ 28-ാമത്തെ ആയത്തിൽ അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഈമാനിന്റെ പ്രതിഫലനമായി കൊണ്ട് അവരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനെ കുറിച്ച് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നത് ഇങ്ങനെയാണ്: വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് സമാധാനം നേടിയെടുക്കാൻ കഴിയണമെന്ന്. ഇന്ന് സമാധാനത്തിന് വേണ്ടി, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി പല കേന്ദ്രങ്ങളിലേക്കും ആളുകളിലേക്കും ചെന്നുകൊണ്ട് ജീവനും ജീവിതവും സന്മാർഗവും സമ്പത്തും സർവ്വതും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ചില കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് സമാധാനത്തിന്റെ പ്രഥമവും പ്രധാനവുമായ മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം വിശുദ്ധമായി നിലനിർത്തുക, എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബിൽ ബരമേൽപ്പിക്കുക. ഫതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാത്ത നാഥനിൽ, സൃഷ്ടാവിലായിരിക്കണം സൃഷ്ടികൾ അഭയം തേടേണ്ടത് എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തമാണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കുള്ള ഇണകളെ സംവിധാനിച്ചു എന്ന് പറയുന്നത്. അവ ഇണജീവിതം എന്ന് പറയുന്നത് ദൃഷ്ടാന്തമായി കൊണ്ടാണ് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ, ആണിന് പെണ്ണും പെണ്ണിന് ആണും എന്ന നിലക്കുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ പ്രാഥമിക ഘട്ടമായിട്ടുള്ള ഇണ സെലക്ഷൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാനും ആ ചിന്തയിലേക്ക് നയിക്കുന്നതുമായ കാര്യമാണ്. യാക്കഹത്തിൽ അസ്ജാർ എന്ന് പറയും. അവ രണ്ട് മരത്തിന്റെ ചില്ലകൾ കൂടിപ്പിണഞ്ഞ് കിടക്കുന്നതാണ് തനാക്കഹത്തിൽ അസ്ജാർ എന്ന് പറയുന്നത്. സബാഹും ബാസിലയും ഇനി ഒന്നായി തീരുകയാണ്. ആത്മീയമായി, ആദർശപരമായി, ധാർമ്മികമായി, സ്വഭാവ സംസ്കാരങ്ങളിൽ, വികാര വിചാരങ്ങളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ, സർഗാത്മകമായ ലൈംഗിക ജീവിതത്തിൽ നിങ്ങൾ ഒന്നായി തീരുന്ന മനോഹരമായ നിമിഷത്തിന്റെ പേരാണ് ഇസ്ലാം നിക്കാഹ്. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ബാറക്കല്ലാഹു ലക്കുമാ, നിങ്ങൾ രണ്ടുപേരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വബാറക അലൈക്കുമാ, നിങ്ങൾ രണ്ടുപേരിലും. ആ സമയത്ത് ബാസിലിയെയും സബാഹിനെയും നമ്മൾ ഓർക്കണം, എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. വജമഅ ബൈനകുമാ ഫീ ഖൈർ. അല്ലാഹു നിങ്ങളെ എല്ലായ്പ്പോഴും ഖൈറിൽ, നന്മയിൽ, തൗഹീദിൽ, തവക്കുലിൽ, തസ്ബിയത്തിൽ, തഖ്വയിൽ, തർബിയത്തിൽ, ദീനി നിഷ്ഠയിൽ, സാമൂഹിക ബോധത്തിൽ, സഹജീവി സ്നേഹത്തിൽ, കുടുംബ ബന്ധ ഊഷ്മളതയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി അവസാനം സ്വർഗീയ ആരാമത്തിൽ ഇണകൾ അവിടെയുള്ള സോഫകളിൽ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ ലറായികി മുത്തഖിയൂൻ എന്ന ആ സ്വർഗ സോഫകളിൽ ചാരിയിരിക്കുന്ന അനശ്വര ദാമ്പത്യത്തിലേക്ക് അല്ലാഹു നിങ്ങളുടെ ഐഹിക ദാമ്പത്യം വഴിത്തിരിവ് നൽകട്ടെ എന്ന ഉൾക്കണമുള്ള പ്രാർത്ഥന കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബാസിലയെ ഈ സമ്മാനം നൽകി ഞങ്ങളിൽ നിന്ന് നിക്കാഹ് ചെയ്ത് തൃപ്തിപ്പെട്ട് ഇണയായി സ്വീകരിച്ചിരിക്കുന്നു. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ.
ഇനാ